എൻ്റെ ദൈവവചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഒരു വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥനയിൽ കേട്ട ഒരു കാര്യം പറയാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളിയിൽ നടന്ന വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ജോൺസൺ ഇട്ടേപ്പ് സാർ ഒരു സംഗതി പറഞ്ഞു. തൃപ്പൂണിത്തുറ പള്ളിയിലെ കൺവെൻഷനിൽ പാസങ്ങൻ അതിനായ അച്ഛൻ എല്ലാവരെയും പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ പറഞ്ഞു. പക്ഷേ ആദ്യമൊക്കെ റെസ്പോൺസ് വളരെ പൂറായിരുന്നു. പിന്നീട് അച്ഛനെ എല്ലാവരെയും എഴുന്നേറ്റ് നിർത്തിച്ച് എല്ലാവരോടും പ്രൈസ് ദി ലോർഡ് എന്ന് പറയാനും വളരെ വലിയ ശബ്ദത്തിൽ എല്ലാവരും പ്രൈസ് ദി ലോർഡ് പറയുന്നിടം വരെ അച്ഛൻ എല്ലാവരെ കൊണ്ടും പറയിച്ചു എന്ന് ഞാൻ കേട്ടു. എനിക്ക് വളരെ സന്തോഷമായി. നമ്മുടെ വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ പുകഴ്ത്തുക, ദൈവത്തിന് ഹല്ലേലൂയ പാടുക, ദൈവത്തിനെ പുകഴ്ത്തി പാട്ട് പാടുക, തപ്പിനോടും കിന്നരത്തോടും പാട്ട് പാടുക. അങ്ങനെ ദൈവത്തിനെ വർഷിപ്പ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഇതിനാൽ ഞാൻ എൻ്റെ ചെറിയ വചനം ആരംഭിക്കുകയാണ്. വചനത്തിന് മുമ്പായിട്ട് നോയമ്പിനെ ഓർമ്മിക്കുന്ന എൻ്റെ ചെറുപ്പകാലത്ത് പാടിയിട്ടുള്ള ഒരു പാട്ട് പാടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പാട്ട് നമ്മുടെ സ്തുതികീർത്തനത്തിലുണ്ട്. 319 പാട്ടാണ്. രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവേറി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ ചൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. പാപത്തിൽ ജീവിക്കും നാവേനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും നീനെ കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നീനെ കേണ്ട നിന്നുള്ളിൽ നീ. ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാം യേശുവിൽ കയ്യിലേൽപ്പിക്കാം നീ, തള്ളയാം യേശുവിൽ കയ്യിലേൽപ്പിക്കാം നീ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ദിവസം പ്രതി ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മുതിർന്ന പൗരന്മാർക്ക് വചനം പറയുന്നതിനും ഭവനങ്ങളിലിരുന്ന് വചനം കേൾക്കുന്നതിനും അവസരം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം. നോയമ്പ് കാലത്ത് പാപത്തിൻ്റെ അടിമകളായിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നോയമ്പ് കാലത്ത് പാപത്തിൻ്റെ അടിമകളാകാതിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. പാവപ്രവൃത്തികൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോകുന്നു. ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങൾ എപ്പോഴും അങ്ങയെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പാപം ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളുടെ കൈകളെ പിന്നോട്ട് വലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോയമ്പ് കാലത്ത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. വചനത്തിൽ നിന്ന് അടിയൻ പറയുന്ന വാക്കുകൾ അങ്ങേക്ക് പ്രസാദമുള്ളതാകണം. അതുപോലെ കേൾക്കുന്നവർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ യാചിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. എൻ്റെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യങ്ങൾ സങ്കീർത്തനം 14 2, 3 വാക്യങ്ങൾ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു.
എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്തവൻ ഒരുത്തൻ പോലുമില്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം എപ്പോഴും സ്വർഗത്തിലിരുന്ന് നമ്മളെ നോക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ നല്ല ജീവിതം നയിക്കുന്നതിന് 10 കൽപ്പനകളൊക്കെയും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ നോയമ്പ് കാലത്ത് നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. ദൈവം നമ്മളോട് ഉപദേശം തന്നിട്ടുള്ളതുപോലെ നാം ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും വേണം. ദൈവം നമ്മളെ പഠിപ്പിച്ചത് തമ്മിൽ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, ചതി ചെയ്യരുത്, ഏഷണി പറയരുത്, മറ്റുള്ളവരെ പരിഹസിക്കരുത്, നുണ പറയരുത്, സമാധാനം എല്ലായിടത്തും നടപ്പാക്കാൻ ശ്രമിക്കുക, അസൂയപ്പെടരുത്, കള്ളം പറയരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും പാപം ചെയ്ത് പോകുന്നു, ദൈവത്തെ സങ്കടപ്പെടുത്തുന്നു. ഈ നോയമ്പ് കാലത്ത് നാം ഓർക്കേണ്ടത്, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഓർക്കാം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല, മറിച്ച് അവനെ സ്നേഹിച്ച് ഇന്നും അന്വേഷിച്ച് കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നാം ആരാണെന്നും എന്തിനാണ് നാം ഇവിടെ ജീവിക്കുന്നതെന്നും വെളിപ്പെടുത്തുന്നത് നമ്മെ സൃഷ്ടിച്ചവൻ മാത്രമാണ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവത്തെ തേടുന്ന ഒരു ശൂന്യതയുണ്ട് എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പലരും അവനെ അന്വേഷിക്കുന്നു. എന്നാൽ ചിലർ അന്വേഷിച്ചും കണ്ടെത്താതെ ദൈവമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദികളായി തീരുന്നു. മറ്റുള്ളവർ പാപത്തിൻ്റെയും മറ്റുള്ള അഴുക്ക് പ്രവൃത്തികളുടെയും പുറകെ പോവുകയും സ്വയം വഞ്ചിതരാകുകയും ചെയ്യുന്നു. എന്നാൽ സത്യത്തിൽ മനുഷ്യനെ അന്വേഷിക്കുന്നത് ദൈവം തന്നെയാണ്. എന്നാൽ ഈ നോയമ്പ് കാലത്ത് ദൈവം നമ്മളോട് പറയുന്നത്, പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് വീണ്ടും അടുപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ സകല മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ചും കൊണ്ട് യേശു ക്രിസ്തു കുരിശിന്മേൽ മരിച്ചു, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. 3-ാം നാൾ പാപത്തെയും മരണത്തെയും ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നു. അവൻ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നു. ഈ നോയമ്പ് കാലത്ത് അവനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുക്കുക. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ വസിക്കും എന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ കൺമുമ്പിൽ നാം വിലപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ്. യോഹന്നാൻ 1:11 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവസരം കൊടുക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പ് കാലത്ത് പാപത്തെ വിട്ട് ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ ശ്രമിക്കുക. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ പാപിയാണെന്ന് തിരുസന്നിധിയിലായിട്ട് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പാപത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പാപമോചനവും നിത്യജീവനും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായിരിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ കൃപയുടെ കേൾക്കണമേ. ആമേൻ.